ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം സന്നൂന് കഞ്ഞിയും ഇട്ടു. പിന്നെ ഇന്ന് നമുക്ക് ഷമാമ് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ കറിക്കുള്ള ചിക്കനൊക്കെ അവിടെ റെഡിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യൂസിനുള്ള പരിപാടിയാണ്. അപ്പോൾ ജ്യൂസ് അടിച്ചാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ പാല് നല്ല കട്ടായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതും പഞ്ചസാര ഇട്ടുകൊണ്ടൊന്ന് അടിച്ചിട്ട് അപ്പോഴത്തിന് പാലൊക്കെ ഒന്ന് കുത്തി റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഷമാമും പഞ്ചസാരയൊക്കെ മിക്സിയിലിട്ടുകൊണ്ട് മിക്സി ഓണാക്കി കൊടുത്തു. ജാറിലിട്ടുകൊണ്ട് മിക്സി ഓണാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ പാത്രത്തിൽ പാലിൻ്റെ പാക്ക് പൊട്ടിച്ചുകൊണ്ട് പറ്റിക്കാണ്ട് നമ്മളെ മറ്റേ ഒരഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ലോണം ചുറ്റിക്കാണ്ട് പൊടിയാക്കിക്കാണ്ട് ചാർക്കാൻ ഇട്ടിട്ട് ആവശ്യത്തിൻ്റെ പഞ്ചസാരയും കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് നല്ലോണം അടച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ തണുപ്പ് വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിക്കാണ്ട് അയക്കുക നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സമൂസ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതാ വെല്ലുള്ളി ചെറുതായി അരിഞ്ഞിക്കാണ്ട് കുറച്ച് എടുത്തുക്കണം. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തുക്കണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ അതേപോലെ കുറച്ച് കക്കിരി, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിക്കാണ്ട്, പിന്നെ മല്ലിൻ്റെ ഇല ഇതൊക്കെ ചേർത്തിക്കാണ്ട് നമ്മൾ വാട്ടണമൊന്നുമില്ല കേട്ടോ. അതേപോലെ ഇങ്ങോട്ട് അധികം മയോണൈസൊക്കെ ഒഴിച്ചിക്കാണ്ട് ഇതേപോലെ ഉണ്ട് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ സമൂസൻ്റെ ഓലയിൽ നിറച്ചുകൊണ്ട് അങ്ങനെ ഒന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. അല്ലാതെ ഒന്നും വാട്ടിയെടുക്കണമെന്നില്ല. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട ഉണ്ട് കേട്ടോ, ഇതിൽ മുട്ടയും കൂടെ ഉണ്ട്. പിന്നെ മയോണൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഉരുളങ്കിഴങ്ങും വെളുത്തുള്ളി മുട്ടയും പാലും സൺഫ്ലവർ ഓയിലൊക്കെ ഇതാക്കിയിരിക്കണം. പിന്നെ അത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ മയോണൈസും നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കേട്ടോ. എന്നിട്ടത് സമൂസൻ്റെ ഓലയിൽ ആണ് മടക്കി കാണണ്ടേ പൊരിച്ചെടുക്കാമെന്നിട്ട് വിചാരിക്കുന്നത്. ഇത് പിന്നെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ മോറി ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ അപ്പം ഉണ്ടായ വേസ്റ്റൊക്കെ കണ്ട് തൊടുവിൽ തെങ്ങിൻ്റെ മറ്റൊക്കെ കണ്ട് കൊണ്ടയിട്ടു. അത് കഴിഞ്ഞ് വന്നിക്കാണ്ട് നമ്മൾ മീനെടുത്തുകൊണ്ട് കൽച്ചക്കൊക്കെയുള്ള മീനെടുത്തുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഐസ് വിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ കഞ്ഞിക്ക് പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങാ ചമ്മന്തി പയറുപ്പേരി ആയിക്കാറ് കേട്ടോ കഞ്ഞിക്കുള്ളത്. പിന്നെ അതാ നമ്മൾ ചോറ്റിന് വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി തിളച്ചൊക്കെ റെഡി ആകുമ്പോഴത്തേന് നമ്മൾ പോയിക്കാണ്ട് തെങ്ങും തൈകളൊക്കെ ഒന്ന് നനച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്തേക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായി കാണുന്നവരുണ്ടാവുമല്ലോ, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പോവുക. ലൈക്ക് അടിച്ചാൽ ആരും മറക്കല്ലിട്ടോ. പിന്നെ കമൻറ്റ് എഴുതി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതും ചെയ്യും. നമ്മൾ പുതിയതായി തുടങ്ങിയൊരു ചാനലാണ്. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ വിജയിപ്പിക്കുക കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ കൃത്യമാരും കഴിയണില്ല വീഡിയോ ഒന്നും ഇടാൻ.
അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം.